നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5-ലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ക്രിമിനലുകളോട് സാമാന്യ മര്യാദ കാണിക്കാൻ പാടില്ല സർ. നിങ്ങളോട് ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞു കഴിഞ്ഞു, ഞാൻ ചെമ്പകമംഗലത്തെ കാർത്തിക് അല്ല ഇപ്പോ ഒന്ന്. ആ തെറ്റിദ്ധാരണ ഉടൻ തന്നെ നിങ്ങൾ മാറ്റണം. ഇദ്ദേഹം ഒരു പ്രൊഫഷണൽ കില്ലറാണ് സർ. നമ്മുടെ അറിവിൽപ്പെട്ട രണ്ടാമത്തെ കൊലപാതകമാണ് ഇയാൾ നടത്തിയിട്ടുള്ളത്. ആരെയൊക്കെ കൊന്ന് കുഴിച്ചു മൂടിയിട്ടുണ്ടെന്ന് ദൈവത്തിന് മാത്രമേ അറിയൂ. ആ ജോലിക്കാരി മായമ്മ ചെമ്പകമംഗലത്ത് താമസിച്ചായിരുന്നില്ലേ ജോലി ചെയ്യുന്നത്? സാധാരണഗതിയിൽ അങ്ങനെ ആയിരിക്കില്ലെന്ന് എന്റെ ഭാര്യ പറഞ്ഞ് ഞാൻ അറിഞ്ഞിട്ടുണ്ട്. എന്നാൽ ചിലപ്പോഴൊക്കെ അവര് ചെമ്പകമംഗലത്ത് തങ്ങുമായിരുന്നു. ഓ, അത് ശരി. അപ്പൊ അതൊക്കെ നേരത്തെ തന്നെ ശ്രദ്ധിച്ചിരുന്നു. എന്റെ ഭാര്യയ്ക്ക് സുഖമില്ലായിരുന്നപ്പോ മായമ്മ പല ദിവസങ്ങളിലും ചെമ്പകമംഗലത്ത് രാത്രിയിൽ തങ്ങിയിരുന്നു. ഭാര്യയ്ക്ക് സുഖമില്ല എന്നത് ഒരു അവസരമാക്കി മുതലെടുത്തു എന്ന് പറയുന്നതാവും ശരി. മിസ്റ്റർ, നിങ്ങളോട് ഞാൻ പലതവണ പറഞ്ഞു കഴിഞ്ഞു, ഈ കേസിന്റെ ഇൻവെസ്റ്റിഗേഷൻ ചുമതല എനിക്കാണെന്ന്. നിങ്ങൾ എന്റെ സബോർഡിനേറ്റ് ആണ്, അത് മറക്കണ്ട. നിങ്ങൾ രാത്രി വളരെ വൈകി ഈ വേലക്കാരിയെ കാണാറുണ്ടായിരുന്നു. എന്താ ഇങ്ങനെയൊക്കെ ചോദിക്കുന്നത്? ഞാൻ ചോദിച്ചതിന് ഉത്തരം പറയൂ. നിങ്ങൾ രാത്രികളിൽ മായമ്മയെ കാണാറുണ്ടായിരുന്നോ എന്ന്? ഒരു പ്രാവശ്യം കണ്ടിരുന്നു. എന്തിന്? ഒരു രാത്രി അപ്പൊ നിങ്ങൾ പറഞ്ഞത് വളരെ ശരിയാ. ആ സ്ത്രീയോട് ഒരു വല്ലാത്ത സഹതാപം ഉണ്ടായിരുന്നു നിങ്ങൾക്ക്, അല്ലേ? ബെഡ്ഷീറ്റ് കൊടുത്ത് സഹതപിക്കുന്നു, പണം കൊടുത്ത് സഹതപിക്കുന്നു. കൊള്ളാം. പരിഹാസം വളരെ ക്രൂരമാവുന്നു. സ്വാതന്ത്ര്യ സമരം ചെയ്തതിനല്ല നിങ്ങളെ ഞങ്ങൾ ചോദ്യം ചെയ്യുന്നത്, കൊലക്കുറ്റം ചെയ്തതിനാ. കൊല ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾ അവളുടെ മകളെ തട്ടിക്കൊണ്ടുപോയിരുന്നു. ഞാൻ കൊലയും ചെയ്തിട്ടില്ല, അവരുടെ മകൾ തട്ടിക്കൊണ്ടു പോയിട്ടുമില്ല. സൈലൻസ്! നിങ്ങളും അവരും തമ്മിലുള്ള ഇമ്മോറൽ റിലേഷൻഷിപ്പ് അവര് വീട്ടിൽ പറയുമെന്ന് ഭീഷണിപ്പെടുത്തി. അവര് നിങ്ങളെ ബ്ലാക്ക്മെയിൽ ചെയ്തു. നിങ്ങൾക്ക് കൊടുക്കാനാവുന്നതിനും അപ്പുറത്തുള്ള പണം അവര് നിങ്ങളോട് ആവശ്യപ്പെട്ടു. അവരുടെ ഡിമാൻഡുകൾ നിങ്ങൾക്ക് താങ്ങാനാവുന്നതിനും അപ്പുറത്തായപ്പോൾ നിങ്ങൾ അവരെ കൊന്നു. ഇതല്ലേ സത്യം? മായമ്മയുടെ കൊലക്കുറ്റം തലയിൽ കെട്ടിവെക്കാൻ നിങ്ങൾക്കൊരു പ്രതിയെ വേണം. അതിന് നിങ്ങളുടെ ഭാവനയിൽ ഉണ്ടാക്കിയ കെട്ടുകഥകളാ ഇതൊക്കെ. എനിക്കൊരു സ്ത്രീയുമായിട്ട് ഒരു അവിഹിത ബന്ധവും ഇല്ല. ഞാനൊരു കുട്ടിയെ തട്ടിക്കൊണ്ടു പോയിട്ടുമില്ല. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.